പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് തൃശ്ശൂർ രൂപതയുടെ കൊച്ചുപിതാവായി ജീവിക്കുന്ന കാലം, അദ്ദേഹം ഇങ്ങനെ സാധാരണ പാവപ്പെട്ട മനുഷ്യനോട് ഇടപെടുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മ. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: തൃശ്ശൂരിൽ എവിടെയോ ഒരു പാവപ്പെട്ട വീടിന് 1.5 ലക്ഷം രൂപയുടെ കടം വന്നിട്ട് ആ വീട് ജപ്തി ചെയ്യാൻ പോകും. ആ വീട് ജപ്തി ചെയ്യാൻ പോകുമ്പോൾ ആ വീട്ടിലെ അമ്മ, ജീവിത പങ്കാളി ഉണ്ടോ എന്നറിയില്ല, അമ്മ വന്നിട്ട് പിതാവിനോട് പറഞ്ഞു: പിതാവേ, വലിയ സങ്കടത്തോടെയാണ് ഞാൻ എൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോണു. 1.5 ലക്ഷം രൂപ അടയ്ക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പിതാവിന് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക. പിതാവ് പറഞ്ഞു: മോളെ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അങ്ങനെ ഞാനൊരു സമ്പന്നനല്ല, സമ്പത്ത് സൂക്ഷിക്കുന്ന ആളുമല്ല. ഏതായാലും ചോദിച്ചാൽ ബാങ്ക് ഏതാണ്? ആ ബാങ്കിൻ്റെ മാനേജറെ പിതാവ് വിളിച്ചപ്പോൾ പിതാവ് ഈ സഹോദരിയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അവർക്ക് വിവരിച്ചു കൊടുത്തു. എന്നിട്ട് ബാങ്കിലെ മാനേജരോട് ചോദിച്ചു: നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കുറവ് ചെയ്ത് കൊടുക്കേ. അത്രയേറെ വിഷമിക്കുന്നതല്ലേ, ബാങ്കിന് ഒരുപാട് വഴികളുണ്ടല്ലോ. അപ്പോൾ ആ ബാങ്ക് മാനേജർ അതിൻ്റെ ഏതാണ്ട് പകുതിയോളം കാശ് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടായില്ലല്ലോ, ബാക്കി കാശ് അടയ്ക്കണമല്ലോ. പിതാവ് അവിടെ നിന്ന്, പിതാവിൻ്റെ പോക്കറ്റിൽ കാശില്ല. പിതാവ് തൻ്റെ ബന്ധങ്ങളെ ഉപയോഗിച്ച് മറ്റു പലരോടും ചോദിച്ച് ബാക്കി കാശ് കൊണ്ട് അടയ്ക്കാനായിട്ട് വേറെ പലരോടും പറഞ്ഞിട്ട് കാശ് അവിടെ കൊടുത്തിട്ട് അവരെ ആ കടത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആധാരം ചെന്ന് വാങ്ങിച്ചു എന്നെല്ലാം പറഞ്ഞ് പിതാവ് പറഞ്ഞയച്ചു. ഇത്ര വലിയ കരുണയുടെ മനുഷ്യനായിരുന്നു അങ്ങ് കൊച്ചുപിതാവായിരുന്നപ്പോൾ. അങ്ങ് വലിയ പിതാവും മേജർ ആർച്ച് ബിഷപ്പുമൊക്കെ ആയപ്പോൾ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി സംസാരിച്ച് ഒരാൾക്ക് വിടുതലും വീണ്ടെടുപ്പും നന്മയും വാങ്ങിക്കൊടുത്ത്, കാരണം അങ്ങ് നാണമില്ലാതെ പലരോടും ചോദിച്ചു വാങ്ങിച്ച കാശിനാലാണ് ആ വീട്ടുകാരുടെ കടം വീടിയത്. എങ്കിൽ ഞാൻ അങ്ങയോടൊന്ന് ചോദിക്കട്ടെ, എൻ്റെ പിതാവേ, അല്പകാല ജീവിതത്തിൽ ഭൂമിയിലെ സഹായം ഇത്ര വലിയ ചെയ്ത അങ്ങ് നിത്യതയിലേക്ക് നോക്കി ജീവിക്കുന്ന ഒരനുസരണയുടെ ബലി അർപ്പിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് കൽപ്പനയിട്ടിട്ട് അതല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഈ കള്ളന്മാരുടെ കൂടെ കൂടി അങ്ങ് എങ്ങനെയാണ് വിശുദ്ധനായ അങ്ങ് ഇത്രയും വല്ലാത്ത ഒരു മനുഷ്യനായി മാറിയത്? അങ്ങയെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ മുതലെടുക്കാൻ കടന്നു വന്ന പാമ്പ്ളാനി പിതാവ്, പിന്നെ നിങ്ങൾ 2 പേരും കൂടെ ഈ ബസിലിക്കയിൽ വന്ന് ഷെഡ് കെട്ടി പട്ടം കൊടുത്തു. എങ്ങനെ നിങ്ങൾക്കിത് സാധിച്ചു? എനിക്കതാ മനസ്സിലാകാത്തത്. അതോ പണ്ടുണ്ടായിരുന്ന കരുണയുടെ ഹൃദയം നഷ്ടപ്പെട്ടോ? ഈ ആത്മാക്കളെല്ലാം തെരുവിൽ കിടന്ന് കരയുമ്പോൾ, ദേവാലയത്തിൽ പോകാതെ വിഷമിക്കുമ്പോൾ, വാർദ്ധക്യത്തിലൊരു നല്ല രീതിയിൽ കുമ്പസാരിച്ച് ഈ നോയമ്പ് കാലത്ത് വിശുദ്ധ ജീവിതം ജീവിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇത്രയേറെ പാടുപീട സഹിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ അങ്ങ് എന്തുകൊണ്ട് ഇത്ര നിശബ്ദനായിരിക്കുന്നു? അങ്ങ് പോലീസ് കള്ളനെ പിടിക്കാൻ വരുമ്പോൾ ഓടുന്ന കണക്ക് എവിടെയൊക്കെയോ ഓടി മറഞ്ഞിരിക്കുക. തിന്മയല്ലേ ഇത്? കൊടിയ തിന്മ. അങ്ങ് പലയിടത്തും ചെന്ന് വളരെ വലിയ, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങ് മേജർ ആർച്ച് ബിഷപ്പാണ്. അങ്ങ് എവിടെ ചെല്ലുമ്പോഴും ആ ചെല്ലുന്ന ദേവാലയത്തിൽ ബലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കണമെന്ന് എഴുതി അതിനടിയിൽ ഒപ്പിട്ട അങ്ങയ്ക്ക് ബലി അർപ്പിക്കാനായിട്ട് അനുവാദം തരാത്ത പുരോഹിതനെ പുറത്താക്കാൻ അങ്ങേക്ക് കഴിയും. അധികാരമുള്ളവനാണ്. പക്ഷേ അങ്ങത് ചെയ്യില്ല. കള്ളന്മാരുടെ കൂടെ കൂടി നടക്കുന്ന ഈ അവസ്ഥ എന്നാണ് അവസാനിക്കുക? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉറപ്പാണ്
സഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനത്തിൻ്റെ കണ്ണുനീര് ഒരിക്കലും ദൈവം തള്ളിക്കളയില്ല. കാരണം ആനന്ദ നന്മ സ്വരൂപിയാണ് ആത്മാക്കളെ നോക്കിയിരിക്കുന്ന ദൈവം. ഒരിക്കലും ഈ കണ്ണീര് കണ്ടില്ല എന്ന് വിചാരിക്കില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന മനുഷ്യനാണ്. ഞാൻ അഹങ്കാരിയാണ്, ഞാൻ കൈയിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ ആയതെന്നൊക്കെ. ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല. എൻ്റെ ഒറ്റ സബ്ജക്റ്റ് ഇതാണ്: പരിശുദ്ധ പിതാവ് പറയുന്ന ബലിയർപ്പിക്കുക, ബലിയിൽ പങ്കെടുക്കുക, എൻ്റെ ആയുസ്സിൻ്റെ പൂർണ്ണതയോളം ഈ പരിശുദ്ധ കുർബാന എനിക്ക് നിഷേധിക്കാതിരിക്കുക. ഇന്ന് ഞാൻ ബലി അർപ്പിക്കുന്നുണ്ട് കേട്ടോ. മറ്റുള്ള ദേവാലയങ്ങളിൽ പോയി ബലി അർപ്പിക്കുന്നുണ്ട്. അതിനാൽ എൻ്റെ പൊന്നു പിതാവേ, ഇനിയെങ്കിലും അങ്ങ് ഈ മീഡിയേറ്ററുടെ മുൻപിൽ വന്നിരിക്കേണ്ട ഗതികേട്. അങ്ങല്ലെങ്കിൽ അങ്ങ് അധികാരപ്പെടുത്തുന്ന ആൾ വരണമല്ലോ. ഒരു നാണമില്ലാതെ വിജാതീയരുടെ മുൻപിലിരുന്ന് വിസ്തരിക്കപ്പെടേണ്ടി വരുമ്പോൾ, തല താഴ്ത്തി മിണ്ടാതിരിക്കേണ്ടി വരുമ്പോൾ, നിങ്ങൾ എഴുതിയ പേപ്പറിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തേ നിങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ നിശബ്ദമായിട്ടിരിക്കേണ്ട ഗതികേടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. 100%, 101% ഞാൻ പറയുകയാണ്, പരാജയപ്പെടില്ല ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും. സഭയെ ശുദ്ധീകരിക്കാൻ ദൈവം വഴിയൊരുക്കുന്നുണ്ട്. ആ വഴികളിൽ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാവിധ നന്മകളും. പിതാവേ, സമ്പത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് അങ്ങ് ആത്മാവിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത്, അവരെ വേണ്ടത് കാര്യങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. അങ്ങ് ഇനിയെങ്കിലും എത്രയും വേഗം ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാൽ വലിയ ഉപകാരമായി. കമൻറ്റുകൾ ഇടുക. അതുപോലെ നിങ്ങൾ ചീത്തന്തരയും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ല വാക്കുകളൊക്കെ പറയുക. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയാം. തെറി പറയുന്നതിനാട് അത് കാരണം ദുരാത്മാവിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ. ആമേൻ.